പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു അനുഗ്രഹ പ്രാർത്ഥനയിലൂടെ വചനങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു അഭിഷേക അനുഗ്രഹ അനോയിറ്റിംഗ് ബ്ലെസ്സിങ് പ്രയറിലേക്കാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. ആശുപത്രിയിലോ വീടുകളിലോ രോഗക്കിടക്കയിലോ മനപ്പതർച്ചയിലോ ദുഃഖ ദുരിതങ്ങളിലോ ക്ലേശങ്ങളിലോ കാരാഗ്രഹ അനുഭവങ്ങളിലോ ഏത് അവസ്ഥയിലും നിങ്ങൾ ആയിക്കൊള്ളട്ടെ. ഇതാ അവിടേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് യേശുവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കി യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും. എന്താണ് ഈ പ്രോഗ്രാം കാണുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, എനിക്ക് യേശുവിനെ അറിയില്ലല്ലോ, ഞാനൊരു ക്രിസ്ത്യാനി അല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടുമോ എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഓർക്കുക, യേശുവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നുണ്ട്, ദൈവമക്കളെന്ന് നിങ്ങൾ വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. യോഹന്നാൻ 1:12 പറയുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം. ഇതാണ് വ്യവസ്ഥ. ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന വ്യക്തി ആരുമാട്ടെ, ഇന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശു കർത്താവിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിരിക്കാം. നിങ്ങൾ ആരുമാകട്ടെ, എന്നാൽ നിങ്ങൾ യേശുവിനെ അന്യനല്ല. ഷൈജു ബ്രദറിനെ എന്നോട് പലരും പറയുന്നുണ്ട്, ബ്രദറെ ഇപ്പോഴാണല്ലോ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്, ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന്. കഴിഞ്ഞ 36 വർഷമായിട്ട് ദൈവം പണ്ടേ ഒരു കൂട്ടമരണത്തിന് ഒരുങ്ങിയിരുന്ന കുടുംബം, ആത്മഹത്യയല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയില്ലാതിരുന്ന, എൻ്റെ അപ്പൻ വിഷവും മേടിച്ചിരുന്ന പലരും ബന്ധുമിത്രാദികളും പലരും പറയും, അയ്യോ അത്രക്ക് ഇതായിരുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അങ്ങനെ വിഷമാവസ്ഥകളായിരുന്നു എന്നറിയാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ കടബാധ്യത, രോഗ ദുഃഖ ദുരിതങ്ങൾ തകർച്ചകൾ വന്നപ്പോൾ യേശുവിൻ്റെ പ്രകാശം എൻ്റെ കുടുംബത്തിൽ എന്നിലൂടെയാണ്, എന്നെയാണ് എൻ്റെ അപ്പൻ അറിയാതെ രഹസ്യമായിട്ട് വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് ആദ്യമായിട്ട് പറഞ്ഞു വിട്ടത്. എന്നെ ആ ദൈവം ആ ഭവനത്തിൽ ഒരു ഉപകരണമാക്കി മാറ്റിയത്. ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമ്മുടെ കഴിവോ മിടുക്കോ ശക്തിയോ ഒന്നുമല്ല. യേശുവേ നന്ദി. ഇതാ വീട്ടിൽ കടിഞ്ഞു പൊട്ടൻ എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന മൂത്ത മകനാണ്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, ആത്മധൈര്യമില്ലാത്ത, പക്ഷേ എന്നെ യേശു തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ഭവനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, വിളിച്ചു, ഉപയോഗിച്ചു. കഴിഞ്ഞ ഇപ്പോൾ ഓഗസ്റ്റ് മാസം 2025 ഓഗസ്റ്റ് മാസം 36 വർഷം. ഇന്നലെ പാലാരിവട്ടം YMCAയിലെ ശനിയാഴ്ച ഓഗസ്റ്റ് 9 ശനിയാഴ്ച കൂട്ടായ്മയുടെ 36ാം വാർഷികം ആഘോഷിച്ച് ദൈവത്തെ സ്തുതിച്ച് അഭിഷേകം പ്രാപിച്ച് പ്രാർത്ഥിക്കായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 7 വർഷമായിട്ട് വിശപ്പിൻ്റെ വിളി എന്ന തെരുവിൽ അലഞ്ഞ് നടക്കുന്നവർക്കും വഴിയരിയിൽ കഴിയുന്നവർക്ക്, അനാഥരായിട്ടുള്ളവർക്കുള്ള ഒരു ഭക്ഷണ വിതരണ ശുശ്രൂഷ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ ആരംഭം ഇതാണ്. 7 വർഷത്തോളമായി ഒന്ന് റോമിള പൗലോസ് എന്ന ഡിനുസോളം, അവരുടെ മകൾക്ക് ദൈവം അനുഗ്രഹം കൊടുത്തപ്പോൾ ആദ്യമായിട്ട് മദർ തെരേസ ഹോമിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു നിയോഗം. അതോടൊപ്പം തന്നെ ആൽഫ ജെയിംസ് എന്ന് പറയുന്ന സഹോദരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് മുകളിൽ ആകാശവും താഴെ ഭൂമി എന്ന് പറഞ്ഞ് കഴിയുന്ന അവസ്ഥയിൽ വചനം കേട്ടുകൊണ്ടിരുന്ന, ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിലുള്ള ആശുപത്രിയിൽ ജോലി. അപ്പോൾ ശനിയാഴ്ച ദിവസം ഓഫ് മേടിച്ചിട്ട് സ്വന്തം നാട്ടിൽ പോലും പോകാതെ പ്രാർത്ഥന, ഒരു ജ്വരമായിരുന്നു, കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുക, ഒത്തിരി റിലീഫ് ആകുമായിരുന്നു. പോയാലും പോയില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ദൈവം മാത്രം തുണ എന്നുള്ള അവസ്ഥയിൽ വചനം കേട്ടു പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ആ സഹോദരി ദൈവകൃപയാൽ കാനഡയിലാണ്, കുടുംബസമേതം, ഭർത്താവും 2 കുഞ്ഞുങ്ങളുണ്ട്. അവിടെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. നേഴ്സിങ്ങിൻ്റെ ഇതിൽ രജിസ്ട്രേഷനും അംഗീകാരം എല്ലാം കിട്ടി. എല്ലാ ഇതും ഞാൻ പാസ്സാവില്ല കിട്ടൂല എന്നൊക്കെ പറഞ്ഞാലും ദൈവം ഓരോന്നിലും കിട്ടൂലെന്ന് പറഞ്ഞതിലെല്ലാം ദൈവം ഉയർത്തി. ഡ്രൈവിംഗ് ലൈസൻസ്
വരെയും കാനഡയിൽ കിട്ടി. അങ്ങനെ കുടുംബസമേതം അവിടെ ജീവിക്കുന്നു. അപ്പോൾ ആ സഹോദരി ഓർത്തത്, പണ്ട് എനിക്കൊരു ഞാനിങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നു, ഒരു 10 പൊതിച്ചോറ് വഴിയരിയിൽ കഴിയുന്ന കടത്തിനയിൽ കഴിയുന്നവർക്ക് വേണ്ടി കൊടുക്കാമെന്ന്. എന്നോട് വിളിച്ചു പറഞ്ഞു, ഷൈജു ബ്രദറെ, ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് ഇട്ട് തന്നോളാം, എനിക്ക് വേണ്ടി അതൊന്ന് അർഹതപ്പെട്ടവരിൽ എത്തിച്ചു കൊടുക്കും. അതുവരെ അങ്ങനത്തെ ഒരു പരിചയം ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടുള്ള അറിവുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഭാര്യയും കൂടെ പറഞ്ഞു ഞാനും കൂടെ വരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കി അവിടെ പോയെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയതിൻ്റെ പല മടങ്ങ് കൊണ്ടുപോയാലും തികയാത്ത അത്ര ആൾക്കാർ. അതായത് ഇപ്പോൾ ഈ എറണാകുളം പട്ടണത്തിൽ മാത്രം ഒരു 150 തൊട്ട് 350 പേര് വരെ. ഈ അടുത്ത് സർക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ചില അനാലിസിസ് ഒക്കെ നടത്തിയപ്പോൾ ചിലർ ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു, ഒരു വാൻഡറിങ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്. ചിലപ്പോൾ വീട്ടുകാർ ഇറക്കി വിട്ടുകൊണ്ട്, ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, ഇറങ്ങിപ്പോകുന്നവരുണ്ട്, ഇറക്കി വിട്ടവരുണ്ട്, മാനസിക രോഗികളുണ്ട്, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായവർ, എല്ലാം ഉണ്ട്. പല വിധത്തിലുള്ള ആണും പെണ്ണും കൊച്ചും പിച്ചും എല്ലാം ഉണ്ട്, കടത്തിണ്ണയിലും വഴിയരികിലെല്ലാം. അപ്പോൾ അന്ന് ആരംഭിച്ച റോമിള പൗലസ് പമിള ഡിനു സോളമൻ മകളിലൂടെ ദൈവം ആരംഭിച്ച ഇത്, അതുപോലെ തന്നെ ആൽഫ ജെയിംസിലൂടെ ആരംഭിച്ച ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷ, അത് വളർന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് ലക്ഷത്തോളം 70,000 തൊട്ട് 1,00,000 ആളുകളിലേക്ക് അനാഥ മന്ദിരത്തിലും വഴിയേറി കഴിയുന്നവർക്കും ഈ കൊച്ചു കൂട്ടായ്മയിലൂടെ, അതുപോലെ പലരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കൊടുക്കാമോ, ഞങ്ങൾക്കും കൊടുക്കണം. അക്രൈസ്തവർ പോലും പലരും അതുപോലെ ഒരു നിയോഗമായിട്ടും ഒരു നേർച്ചയായിട്ടും ഒക്കെ ഇതിൽ കൈകോർത്ത് പിടിച്ച് അങ്ങനെ ഇത്രയും വർഷം ജനമൈത്രി പോലീസിൻ്റെ എറണാകുളം നോർത്ത് പോലീസ്, അതുപോലെ പാലാരട്ടം പോലീസിൻ്റെ സഹകരണത്തോടെ എല്ലാം ഒട്ടനവധി പേരിലേക്ക് ഈ ഭക്ഷണപ്പൊതികൾ എത്തിക്കാനായിട്ട് സാധിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എന്ന മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലെ ബൈബിളിലെ അടിസ്ഥാന വചനങ്ങൾ ശരിക്കും പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ പങ്കുവച്ച് അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ലൂക്കാ 6:38. ചിലരുടെ പ്രോബ്ലം ഇതാണ്, ദൈവം തരുന്ന ഷെയർ ചെയ്യുന്ന പങ്കുവെക്കാനുള്ള ആ വിളി അവർ തിരിച്ചറിയുന്നില്ല. അതിന് പകരം കമൻറ്റ് ചെയ്യുന്നു, പിറുപിറുക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, അസംതൃപ്തി കാണിക്കുന്നു, കിട്ടിയതിലൊന്നും തൃപ്തിയില്ല, കിട്ടാത്തതിന് പരാതി. ലൂക്കാ 6:38 പറയുന്നുണ്ട്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തിക്കൊല്ലിക്ക് കവിഞ്ഞു വീഴും വണ്ണം മടിയിൽ ഇട്ട് തരുമെന്ന്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന ഞങ്ങളെ അനുഗ്രഹിച്ചതുപോലെ അന്ന് കൂട്ടമരണം ഉണ്ടാകേണ്ടിയിരുന്ന ഈ കുടുംബത്തെ കഴിഞ്ഞ 36 വർഷമായിട്ട് തിരുസഭയിലും നാട്ടിലും പട്ടണത്തിലും എല്ലാം ദൈവം ഏൽപ്പിക്കുന്ന ആ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വചനപ്രഘോഷണ ശുശ്രൂഷയോടൊപ്പം വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുന്ന അധരങ്ങളെക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങളെന്ന്. ഇതാ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രവൃത്തിപഥത്തിൽ വചനം ജീവിക്കുവാനുള്ള ഒരു വിളി. പരിശുദ്ധ അമ്മ, വചനം അമ്മയിൽ മാംസം ധരിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നാമധേയത്തിൽ വിളിക്കപ്പെടുന്ന ഈ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയെ ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹെബ്രായർ 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനേയുള്ളൂ. അതുകൊണ്ട് ഇതാ നമ്മുടെ യോഗ്യതയോ അയോഗ്യതയോ അല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അവിടുന്ന് വില കൊടുത്തു കഴിഞ്ഞു. തൻ്റെ കുരിശുമരണത്താൽ, തൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ വില കൊടുത്തു കഴിഞ്ഞു. നമ്മൾ അത് ഏറ്റെടുത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരും. കാരണം 1 പത്രോസ് 3:9 പറയുന്നുണ്ട്, അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ശത്രുക്കളെ പോലും അനുഗ്രഹിക്കാൻ, തിന്മയ്ക്ക് തിന്മ പകരം കൊടുക്കരുത്, അനുഗ്രഹിക്കുവിൻ എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ജെറമ്യാ 29:11 പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ദൈവത്തിന് അനാദി മുതലേ എഫെസസ് 1:3-4 വചനമനുസരിച്ച് തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. കർത്താവെ, നീ തിരഞ്ഞെടുത്ത് വിശദീകരിച്ച ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ, കുടുംബത്തെ അനുഗ്രഹിക്കണം. ഒരുപാട് മനപ്പതർച്ചയിലും ദുഃഖത്തിലും ദാരിദ്ര്യം പേറുന്നവർ, സാമ്പത്തികമായ ദാരിദ്ര്യം ഉള്ളവരുണ്ട്. കർത്താവെ, ഒറ്റപ്പെടലിൻ്റെ വേദനകൾ, മാനസികമായ മുറിവുകൾ, സ്നേഹം കിട്ടാത്തതിൻ്റെ ഉണങ്ങാത്ത മുറിവുകൾ, അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുന്നില്ല, കർത്താവ് ഒറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം തിരക്തത്തിൻ്റെ ശക്തിയാൽ നിർവീര്യമായി പോട്ടെ. 1 യോഹന്നാൻ 1:7 പറയുന്നുണ്ട്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ
പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ ആരായിരുന്നാലും യേശുവേ എന്ന് ഉള്ളൊരുകി ഒന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി ഇന്നലെ വരെ ഈ നിമിഷം വരെ എന്തായിരുന്നു എന്നല്ല, എൻ്റെ മേലും നിങ്ങളുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും കടന്നു വരും. അനുഗ്രഹത്തിൻ്റെ കവാടം തുറന്നു തരും. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപ പേരും നദിയേ അനുദിനം നിൻ പദംഗതിയേ അടിയനു നിൻ കൃപ മതിയേ. പണ്ട് മുതലേ കസ്മാറ്റിക് നവീകരണത്തിൽ ഏറ്റുപാടുന്ന ഇന്നും പച്ച പിടിച്ച് കിടക്കുന്ന വരികളാണ്. അനുഗ്രഹത്തിൻ അധിപതിയേ അനന്തകൃപ പേരും നദിയേ അടിയനു നിൻ അനുദിനം നിൻ പദംഗതിയേ അടിയനു നിൻ കൃപ മതിയേ അടിയനു നിൻ കൃപ മതിയേ. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. ആ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സമയം ഇതിനു വേണ്ടി കർത്താവ് എന്നെ നീക്കി വെക്കാൻ ഇടയാക്കത്തില്ലായിരുന്നു. ഈ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിത് കേൾക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മറിയും. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി യേശു നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കാരണം മത്തായി 21:22 പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം. ഹൈജു ബ്രദർ ഇവിടെ പറഞ്ഞതോ നിങ്ങൾ കേട്ടതോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ അസാധ്യമെന്ന് തോന്നുന്നതോ ലോകം നിങ്ങളോട് എതിരായിട്ട് പറഞ്ഞതോ അതുക്കും അപ്പുറം ഇതാ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൽ അടിയുറച്ച, സർവശക്തനായ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം വേണം. പ്രതിസന്ധികളിൽ പതറിപ്പോകരുത്. അവരവരെ തന്നെ വിശ്വാസം വേണം. ഇതുമില്ല ഇതുമില്ല, എങ്ങനെ അനുഗ്രഹം കിട്ടും? അതുകൊണ്ട് ഈ നെഗറ്റീവ് ചിന്താഗതികളെല്ലാം നമുക്ക് മാറ്റാം. ഇതാ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവാണ്. ഇതാ എൻ്റെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ കൂട്ടുകാരോ അയൽവാസികളോ ആരും അല്ല, എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തത് അതാ കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. സ്വർഗം ഒറ്റക്കെട്ടായി നമുക്ക് വേണ്ടി നിലകൊള്ളും. ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അല്പം മുമ്പ് ഒരു സഹോദരൻ എന്നെ കാണാനായിട്ട് വന്നു. ആ സഹോദരനെ കണ്ടപ്പോൾ പഴയ ചില ഓർമ്മകൾ വന്നു. 5 വർഷം കുട്ടികളില്ലാതിരുന്ന് ഗൾഫിൽ നിന്ന് ഭാര്യയും ഭർത്താവും മാറി ഫോണിൽ സംസാരിച്ച ഒരു കാലഘട്ടമുണ്ട്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ കൊച്ചിന് എത്ര വയസ്സുണ്ട്? 9 വയസ്സുണ്ട്. ഗൾഫിലെ ജോലി രാജിവെച്ച് പോന്ന് നാട്ടിൽ വന്ന് ഇതാ കൃത്രിമമായ ഗർഭധാരണത്തിന് വേണ്ടിയുള്ള ചികിത്സകൾ അന്വേഷിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു നിരാശയുടെ അല്ലെങ്കിൽ ലക്ഷ്യം കാണാത്ത അവസ്ഥകളിൽ നിൽക്കുന്ന, നാട്ടിലേക്ക് വരേണ്ടി വരുമോ എന്ന് വരാനായിട്ട് പ്ലാനിട്ട് തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അവരുടെ അമ്മ വഴി പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചത്. ഫോണിലൂടെ രണ്ടുപേരെയും പ്രാർത്ഥിച്ചു വചനവും പറഞ്ഞു കൊടുത്തു. അതിനുവേണ്ടി ജോലി രാജിവെക്കേണ്ട, അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവർ കരയുന്നത് ഞാൻ ഫോണിലൂടെ കേട്ടിരുന്നു. കർത്താവ് അവർക്ക് കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനിപ്പോൾ 9 വയസ്സായി. ഇന്നിപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഒരുപാട് നാൾ കൂടി കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊച്ചു വലുതായ മിടിക്ക് ആയ, അപ്പോൾ പറഞ്ഞു 9 വയസ്സായി എന്ന് പറഞ്ഞു. ഒരു ദിവസം ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. 5 വർഷം കുഞ്ഞുങ്ങളിലായിരുന്നു. ഉള്ളൊരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കീർത്തനം 107:20 പറയുന്നുണ്ട്, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. വചനം യേശുവാണ്. എന്താണ് ഈ വചനം എന്ന് ചോദിക്കും. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ ഹെബ്രായർ 13:8 നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന
ആ വചനം തന്നെയായ യേശു. ഞാനൊരു ചെറിയ കർത്താവിൻ്റെ ഉപകരണം മാത്രം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നതെങ്കിൽ, കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. മത്തായി 10:8 കാണുന്നുണ്ട്, രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുവിൻ. ഇതാ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പൈശാചിക ബന്ധനങ്ങൾ മൂലം തടസ്സങ്ങളുണ്ടാകാം, രോഗാവസ്ഥകൾ മൂലം ഉണ്ടാകാം, പാപം മൂലമുണ്ടാകാം. എന്നാൽ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. സങ്കീർത്തനം 107:19-20. എന്നാൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. ഓ യേശുവേ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. നിരാശയുടെ കണ്ണുനീരല്ല, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ പറഞ്ഞയക്കും. നിങ്ങൾ കണ്ടാലും കേട്ടാലും, ഇതാ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. ഇതാ ഫാൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, AC ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണുന്നില്ല എങ്കിലും അതിൻ്റെ കൂളിംഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളാരും പറയത്തില്ല AC വർക്ക് ചെയ്യുന്നില്ല, ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന്. കാരണം എന്താ? കൂളിംഗ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ തണുപ്പ്, ആ കൂളിംഗ് നമുക്ക് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതുപോലെ കർത്താവിൻ്റെ യേശുവിൻ്റെ വചനം എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞെങ്കിൽ, ഞാനിത് നിങ്ങളോട് പറയുന്നെങ്കിൽ, നിങ്ങളെ കേൾപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മുറിക്കകത്ത് യേശു വരും. നിങ്ങളായിരിക്കുന്ന രോഗക്കിടക്കയിൽ യേശു വരും. പത്രോസിൻ്റെ അമ്മായിയമ്മ രോഗം പിടിച്ച് കിടന്നപ്പോൾ യേശു ആ ഭവനത്തിൽ വന്ന് കൈക്ക് പിടിച്ച്, പനി അവളെ വിട്ടുമാറി. യേശു കൈക്ക് പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് കൂടെ നിൽക്കുന്ന, ചേർത്ത് നിർത്തുന്ന അനുഭവം ഉണ്ടാകും. ഇതാ ഇനി പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മത്തായി 1:21, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കുറ്റബോധത്തിന് അടിപ്പെടേണ്ട, ഇനി മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുക. വിശുദ്ധിയിൽ ജീവിക്കാമെന്ന്. തെറ്റായ ബന്ധങ്ങൾ അറുത്തു മാറ്റുക, തെറ്റായ ചിന്തകൾ ഉപേക്ഷിക്കുക, വെറുപ്പ് മാറ്റുക, മരിച്ചാൽ ക്ഷമിക്കുകയില്ല എന്ന ചിന്ത കളയുക. എൻ്റെ അപ്പനെ എടുത്തു കൊണ്ടുപോയ ദൈവം, അല്ലെങ്കിൽ ഇത്ര ക്രൂരനായ ദൈവം, ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്ന ദൈവം, അങ്ങനെ പറയല്ലേ. അവിടുന്ന് ആരെയും നശിപ്പിച്ച് കളയുന്നില്ല. എന്നാൽ ജനിച്ചാൽ ഒരിക്കൽ ഒരു മരണമുണ്ട്. അത് പ്രകൃതി നിയമമാണ്. യേശു ഉയർപ്പിച്ച ലാസർ വരെ മരിച്ചു. ജായിറൂസിൻ്റെ കൊച്ചുമകളെ യേശു ഉയർപ്പിച്ചു. ആ കൊച്ചും ജീവിച്ചിരിപ്പില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതാ ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും കർത്താവിന് അധികാരമുണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ മരിച്ചവരെ ഓർത്ത് കരഞ്ഞു വിഷമിച്ച് നിരാശപ്പെട്ട് ഇരിക്കത്തില്ല. കാരണം ഞാൻ ജീവനും പുനരുദ്ധാനവുമാണെന്ന കർത്താവിൻ്റെ വാക്ക് മറക്കരുത്. യോഹന്നാൻ 11:24-25, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. അതുകൊണ്ട് ജീവിച്ചവരെയും മരിച്ചവരെയും ഒന്നിപ്പിക്കുന്ന ആ ലിങ്ക്, ആ അഭിഷേകം, ആ പരിശുദ്ധാത്മാവ്, ആ ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. മരിച്ചവരെ ഒരു വിഗ്രഹം പോലെ കണ്ട് അത് നഷ്ടമായിട്ട് കണ്ടിരിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. അവരത്രയും നേരത്തെ ആശ്വാസം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഹല്ലേലൂയ. അവരെ ഓർത്ത്, അവരിലൂടെ തന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണുനീര് കർത്താവ് ഒപ്പും. മകളുടെ വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഇതാ പഠിച്ച പ്രൊഫഷണൽ ഡിഗ്രി കടമെടുത്തും ലോൺ എടുത്തൊക്കെ പഠിച്ചിട്ടും അടിച്ചതനുസരിച്ച് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ? കർത്താവ് മുന്നിൽ വെച്ച് നീട്ടുന്നതിലേക്ക് നീ ഇറങ്ങുമ്പോൾ കിട്ടുന്നത് ചെറുതാണെങ്കിലും ചെറുതിനെ വലുതാക്കാനായിട്ട് കർത്താവിന് സാധിക്കും. ലൂക്കാസ് സുവിശേഷം 5-ാം പകലന്തിയോളം കഷ്ടപ്പെട്ട ശിഷ്യന്മാർ ഒന്നും കിട്ടാതെ വിഷമിപ്പിച്ചപ്പോൾ രാത്രിയായപ്പോൾ ഇതാ കർത്താവ് പറഞ്ഞതനുസരിച്ച് വല ഇറക്കി. അപ്പോഴാ വല കീറിപ്പോകുന്ന അത്ര മത്സ്യം അവർക്ക്. ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ സുവിശേഷത്തിൽ ഇതാ വല കീറിപ്പോകുന്നതും വല നിറച്ച് കിട്ടിയതും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ കഥയാണ് ഇതിലെല്ലാം നിഴലിക്കുന്നത്. അതുകൊണ്ട് കഷ്ടകാലങ്ങളെ, കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് പഠിച്ചുകൊണ്ട് ആരെയും അതിന് കാരണക്കാരായവരെയോ മുദ്രകുത്തിയോ വെറുത്തോ മടുത്തോ നിരാശപ്പെട്ടോ ഇരിക്കല്ലേ. ഇതാ ദൈവത്തിൻ്റെ പദ്ധതികളിലെ ജെറമ്യ 29:11, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല,
ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്നാണ് യെരമ്യാ പ്രവാചകനിലൂടെ 29-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. 1 പത്രോസ് 2:9 പറയുന്നുണ്ട്. ഈ പദ്ധതിയിൽ വരുന്ന മറ്റൊരു കാര്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ സങ്കല്പിച്ചതിലും വിചാരിച്ചതിലും ഇനി ഒരിക്കലും നടക്കാൻ പോണില്ല എന്ന് ആഗ്രഹിച്ചതിലും ചിന്തിച്ചതിലും അപ്പുറമാണ് ദൈവം എടുത്തുപയോഗിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി ആത്മരക്ഷയെ കരുതി, നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയെ കരുതിയുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില നിയോഗങ്ങൾ ഒന്ന് വെച്ച് നീണ്ടുപോയേക്കാം, ചിലപ്പോൾ നിയോഗം അവിടെ തന്നെ ഇരുന്നേക്കാം. നമ്മളെ ആത്മാവിൽ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തി അടുപ്പിക്കും. പക്ഷേ അതിൻ്റെ അങ്ങേപ്പുറം ചോദിച്ചത് മത്തായി 7:7, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ചോദിക്കണം, അന്വേഷിക്കണം. പ്രാർത്ഥിച്ചെന്നും പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ പരിശ്രമം ആവശ്യമാണ്. ലാസറിനെ ഉയർപ്പിക്കാൻ യേശു വന്നപ്പോൾ കല്ലറയുടെ കവാടം തുറന്നു മാറ്റിയ മനുഷ്യർ, ലാസറിൻ്റെ കെട്ടുകൾ അഴിച്ച മനുഷ്യർ. എന്നാൽ ആത്മാവിനെ തിരികെ കൊണ്ടുവന്നത് യേശുവാണ്. ദൈവത്തിന് ചെയ്യാനുള്ള പ്രവൃത്തി ദൈവം ചെയ്തു. എപ്പോഴാണ്? മനുഷ്യൻ ചെയ്യാനുള്ളത് കല്ലറയുടെ കവാടം തുറന്നു മാറ്റി. അതുപോലെ അവൻ്റെ കെട്ടുകൾ, യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കി. ഇതാ കാനായിലെ ആ കല്യാണ വിരുന്നിൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. വീഞ്ഞ് തീർന്നു പോയാന്ന് പറഞ്ഞാൽ തീർന്നു കഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നാൽ ആ കുടുംബത്തിൻ്റെ ആചാര മര്യാദകൾ, പാരമ്പര്യങ്ങൾ തകർന്നു വീഴുന്ന, നാണം കെടുന്ന ആ അവസ്ഥയിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം അവിടെ കാണുന്നു. ആ കൽഭരണികളിൽ മാതാവിൻ്റെ വാക്ക് കേട്ട് ഡു വാട്ട് എവർ ഹി ടെൽസ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. യോഹന്നാൻ 2:5. വെള്ളമായി വീഞ്ഞായി മാറാൻ വെള്ളം നിറച്ച ആ മനുഷ്യർ, മാതാവ് പറഞ്ഞ് ഇതാ ചെയ്തോ, വെള്ളം അവൻ പറയണത് പോലെ ചെയ്തേച്ചാൽ മതി, കാര്യങ്ങൾ ശരിയാകുമെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് അടിയുറച്ച വിശ്വാസം ഈ ഭൂമുഖത്ത് വേറെ ആരില്ല കാണുന്നത്. സകല വിശ്വാസികളുടെയും മാതാവാണ് പരിശുദ്ധ മറിയം. ആദി മാതാവ് ഇതാ നൈമിഷിക സുഖത്തിനു വേണ്ടി ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചെങ്കിൽ പാപം മൂലം നശിച്ച മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവജനനിയായ പരിശുദ്ധ മറിയം. ആദിയിൽ അമ്മയില്ല, അപ്പനിലൂടെ കിട്ടിയ ആ ജന്മം. ദൈവ പിതാവ് മനുഷ്യനെ പൂഴി കൊണ്ട് മെനഞ്ഞ് നാസാരന്ധ്രത്തിലേക്ക് ശ്വാസം ഊതി ജീവനോതുക ജീവദായക, ജീവനോതുക ജീവദായക, ജീവനാളമായെരിഞ്ഞു തീരുവാൻ, ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരു പുതിയ തുടക്കം. പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാൻ, ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരമ്മ ആവശ്യമായിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ദൗർബല്യ അവസ്ഥയിലേക്ക് ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നൽകുകയാണ് നിത്യകന്യകയായ പരിശുദ്ധ മറിയം. പ്രഭാഷകൻ 40:1. ഒരുവൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് തിരിയുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വെക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവമാതാവിൻ്റെ ആ മാധ്യസ്ഥത്തെ നമുക്ക് ഏറ്റെടുക്കാം. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവേ രക്ഷക, ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ. ദൈവം സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. തലയ്ക്ക് ഭാരം, തലയിലും നെഞ്ചിലും എന്തോ തറച്ചു വെച്ചിരിക്കുന്ന പോലെയുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട്. മൃഗം മുതൽ കാൽവെള്ള വരെ ദൈവശക്തി ഇപ്പോൾ ചുറ്റി സഞ്ചരിച്ച് ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ യേശുക്രിസ്തുവിൻ്റെ രോഗശാന്തി വചന അഭിഷേകം രോഗികളെ സുഖപ്പെടുത്തുന്ന മത്തായി 8:16, മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിൻ. യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തി. ഈ വചനത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. മത്തായി 11:5 അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, ഊമന്മാർ സംസാരിക്കുന്നു, തളർവാദക്കാർ സൗഖ്യപ്പെടുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം
വചനത്തിൻ്റെ ശക്തി അതാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ കേൾവി ശക്തിയുടെ തടസ്സങ്ങളുള്ള വ്യക്തിയുടെ ആ കേൾവി കുറവ് മാറിപ്പോകട്ടെ. കണ്ണിൻ്റെ മങ്ങൽ മൂടൽ യേശു എടുത്തു മാറ്റട്ടെ. കണ്ണിന് തെളിച്ചം കൊടുക്കണമേ. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പോലും സാമ്പത്തികമില്ല, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചമല്ല, അവരിലേക്ക് ദൈവശക്തി ഒഴുകട്ടെ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോർമലാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നാളുകളായി ഷുഗർ കുറയാതെ മറ്റ് പല സൈഡ് എഫക്റ്റുകൾ മൂലം വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, യൂറിനൽ പ്രോബ്ലംസ് മാറുന്നില്ല. കർത്താവ്, ശരീരത്തിൽ മുഴകളുള്ളവരുണ്ട്, വിട്ടുമാറാത്ത പഴുപ്പ് ശരീരഭാഗങ്ങളിലുള്ളവരുണ്ട്. അതെല്ലാം ഇപ്പോൾ കരിഞ്ഞു പോട്ടെ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെറുക മുതൽ കാൽവെള്ള വരെ ഇവരുടെ വിശ്വാസം ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് ഇവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ഇപ്പോൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കർത്താവ്, വീടില്ലാതെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തവരുണ്ട്, സാമ്പത്തിക കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട്, ബ്ലേഡ് കമ്പനിയിൽ നിന്ന് എടുക്കാൻ പാടില്ലെങ്കിലും എടുത്തിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, കടം കൊടുത്തത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, വിസ തടസ്സം, ജോലി തടസ്സം, കുടുംബത്തിൻ്റെ സ്ഥിതിഗതികളെ തന്നെ ഇത്രയും നാൾ ഒരു വിധത്തിൽ ജീവിച്ചു ഒന്ന് പച്ച പിടിച്ച് വന്നേ ഉള്ളൂ, ഇപ്പം എല്ലാം തലകീഴ് മറിക്കുന്ന ജോലിയുടെ തടസ്സം, കടബാധ്യതകൾ, മക്കളുടെ പഠന പ്രശ്നങ്ങൾ, ഇതെല്ലാം യേശുവിൻ്റെ രക്തത്താൽ മാറിപ്പോട്ടെ. ഗർഭിണികളിലേക്ക് ദൈവശക്തി കടന്നു വരട്ടെ. കുഞ്ഞു പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഏളയമ്മയായ എലീശ പുണ്യവതിയുടെ ഉദരത്തിൽ ദൈവശക്തി യോഹന്നാനിൽ നിറഞ്ഞതുപോലെ, അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നതുപോലെ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയം വിശ്വസിക്കുന്നു, ഈ ദാസൻ വിശ്വസിക്കുന്നു. കർത്താവെ, അഭിഷേകം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ, തുളച്ച് ചെല്ലട്ടെ, ദൂരസ്ഥലങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക്, ആശുപത്രിയിലേക്ക്, വീടുകളിലേക്ക്. ഈ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ആരെ ഓർത്താണോ ഭാരപ്പെടുന്നത് അവരിൽ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ, രോഗശാന്തിയേക്കാൾ വലിയ മനം മാറ്റങ്ങൾ, മാനസാന്തരങ്ങൾ, കുടുംബ വിശുദ്ധീകരണങ്ങൾ സംഭവിക്കട്ടെ. ഭാര്യയുടെ ഹൃദയത്തെ ഭർത്താവിലേക്ക്, ഭർത്താവിൻ്റെ ഹൃദയത്തെ ഭാര്യയിലേക്ക്, ദമ്പതികളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക്, മക്കളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക്, മാതാപിതാക്കളിലേക്ക് തിരിയട്ടെ. അയൽ ബന്ധങ്ങൾ ശരിയാകട്ടെ, കേസുകൾ അവസാനിക്കട്ടെ, കോടതി നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടട്ടെ, കള്ള കേസുകൾ യേശുനാമത്തിൽ പിൻവലിക്കട്ടെ. സഹോദരങ്ങൾ, കൂടപ്പറപ്പങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ മാറട്ടെ, കണ്ടാൽ മിണ്ടട്ടെ, വിളിക്കട്ടെ. തിരക്തൻ്റെ ശക്തി കഠിന ഹൃദയങ്ങൾ ഇളകട്ടെ. കർത്താവ്, അനേക നാളുകളായി തകർച്ചകൾ ഒഴിയുന്നില്ല, വാള് മാറുന്നില്ല, അന്തഛിദ്രങ്ങൾ മാറുന്നില്ല. ദൈവത്തിൻ്റെ മാലാഖമാർ ഊരിപ്പിടിച്ച വാളുമായി സങ്കീർത്തനം 34:7 വചനത്തിൻ്റെ ശക്തിയാൽ ഈ ആലയത്തിന് ചുറ്റും, ഈ ശുശ്രൂഷ കേൾക്കുന്ന വ്യക്തിക്ക്, ഭവനത്തിന്, സ്ഥാപനത്തിന്, ആലയത്തിന്, ഫാക്ടറിക്ക്, കടയ്ക്ക്, ഗോഡൗണിന് ചുറ്റും കടന്നു വരട്ടെ. കഴിഞ്ഞ കുറേ നാളായി ബ്ലോക്കായി കിടക്കുന്ന ഈ മേഖലകൾ, വസ്തുവിൽപ്പനയിലെ തടസ്സങ്ങൾ മാറട്ടെ, വസ്തു വാങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ മാറട്ടെ, ജപ്തി, കടബാധ്യതകൾ യേശുനാമത്തിൽ മാറിപ്പോട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിശ്വാസികളുടെ ഹൃദയങ്ങളെ തൊടണമേ. കർത്താവെ, സംശയ മനസ്ഥിതിയോടെ ഇതാരെങ്കിലും കാണുകയോ കേൾക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. അവർ വചനത്തിലേക്ക് കടന്നു വരട്ടെ. അങ്ങ് ജീവിക്കുന്ന, ഇന്നും ജീവിക്കുന്ന ദൈവമാണല്ലോ. ഇവരുടെ മുറിക്കകത്ത് കടന്നു വരട്ടെ. ഈ രാത്രിയിൽ കർത്താവെ, ഈ ദിനത്തിൽ ഇവരെവിടെയാണോ ആയിരിക്കുന്ന സ്ഥലത്ത്, ഏത് രാജ്യത്താണോ അവിടെ അനുഗ്രഹം കടന്നു വരട്ടെ. കർത്താവെ, പ്രതീക്ഷകൾ തകർന്ന് തരിപ്പണമായ ജീവിതത്തിലേക്ക് ദൈവശക്തി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് എന്നിൽ സംഭവിക്കട്ടെ. സാക്ഷ്യപ്പെടുത്താമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവ വചനമേ, യേശുവേ, 1 യോഹന്നാൻ 1:1 ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായി വിവിധ ധ്യാന സെൻറ്ററുകളിൽ, വിവിധ പ്രോഗ്രാമുകളിൽ, വിവിധ മീഡിയകളിലൂടെ, ലേഖനങ്ങളിലൂടെ, TV പ്രോഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ കർത്താവ് ഉപയോഗിപ്പിച്ചപ്പോഴെല്ലാം പറഞ്ഞ, പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച ആ അത്ഭുതങ്ങൾ കർത്താവെ കൂടോടെ ഇളകി വന്ന് ഇവരിലും മാംസം ധരിക്കട്ടെ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറയട്ടെ. കഴിഞ്ഞ അനേക വർഷങ്ങളായി പണ്ട് എഴുതി തള്ളപ്പെട്ട ഞങ്ങളുടെ ജീവിതം, കുടുംബത്തെ മാറ്റി എടുത്തതുപോലെ കർത്താവ്, ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല എന്ന് ഓർത്തിരിക്കുന്ന അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടാകട്ടെ, മുഖപ്രകാശം കിട്ടട്ടെ, നല്ല സന്തോഷം കിട്ടട്ടെ, എല്ലാവരോടും
സ്നേഹത്തോടെ ഇടപഴകാനുള്ള കാശും പണവും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് മാത്രം എന്ത് കാര്യമുണ്ട്? നന്മ ചെയ്യാനുള്ള മനസ്സ്, പങ്കുവെക്കാനുള്ള മനസ്സ് ഉണ്ടാകട്ടെ. ഒന്ന് സുഖമാണോ ഒന്ന് ചോദിക്കാൻ, കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് ഷൈക്കാൻഡ് കൊടുക്കാൻ, വഴക്കൊക്കെ അവസാനിപ്പിച്ച് ഒന്ന് വിളിക്കാൻ, ഒന്ന് പോകാൻ, ഒന്ന് മിണ്ടാൻ ഇടയാകട്ടെ. കൂട്ടായ്മയിലേക്ക്, വചനത്തിലേക്ക്, ദേവാലയത്തിലേക്ക്, വിശുദ്ധ ബലിയിലേക്ക് എല്ലാം കടന്നു വരട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. അനേക വർഷങ്ങളായുള്ള തർക്കങ്ങൾ, തടസ്സങ്ങൾ, കൂദാശകളോടുള്ള അകൽച്ചകൾ മാറിപ്പോകട്ടെ. വിശുദ്ധ കുർബാനയോട്, കുമ്പസാരത്തോട് എല്ലാ ആഭിമുഖ്യം ഉണ്ടാകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. അഭിഷിക്തരോടുള്ള വെറുപ്പ് യേശുനാമത്തിൽ മാറിപ്പോട്ടെ. ക്യാൻസർ രോഗം യേശുനാമത്തിൽ മാറട്ടെ. ഈ പ്രോഗ്രാം കാണുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ കർത്താവേ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. കൈകൾ വെച്ച് ഏത് ഭാഗത്താണോ വേദന, ഏത് ഭാഗത്താണോ നീർക്കെട്ട്, ഏത് ഭാഗത്താണോ മുഴ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവവചനത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. സുഭാഷിതം 18:10 കർത്താവിൻ്റെ നാമം സുരക്ഷിതമായ കോട്ടയാണ്, നീതിമാന്മാർ അതിൽ ഓടിക്കയറി സുരക്ഷിതമായി വസിക്കും. കർത്താവെ, ഇപ്പോൾ മുതൽ ഇവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടട്ടെ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടറിലൂടെ തന്നെ മറിച്ച് പറയട്ടെ, തിരിഞ്ഞു വരട്ടെ, മാറ്റങ്ങൾ വരട്ടെ, നീർക്കെട്ട് ഇറങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സന്ധിവേദനകൾ ഇറങ്ങിപ്പോകട്ടെ. അത്ഭുതമായ ഹീലിംഗ്, അനോയിറ്റിംഗ് പവർ ഓഫ് ലോർഡ് ജീസസ്. ഐ ബ്ലെസ്സിംഗ് in the name of Lord Jesus. Hallelujah, hallelujah. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, വന്ന് നിറയണമേ. യേശുവേ നന്ദി, സ്തുതി, സ്തുതി, സ്തുതി. ഹാലലൂയ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചവരിലെല്ലാം ദൈവശക്തി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ശക്തി, അഭിഷേകം വെളിപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സ്പാർക്ക്, ആ ഒരു പവർ, ഇതാ എന്തോ ഒരു തരിപ്പ്, ഒരു വ്യത്യാസം, ഒരു ഭാരക്കുറവ്, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നവരുണ്ട്. ഇതാ അഭിഷേകം, പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. സംശയിക്കരുത്, ഏറ്റെടുക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥന തുടരുക. കണ്ടിന്യൂ ദ പ്രയർ. ഒരു എവർ ലാസ്റ്റിംഗ് പ്രയറായി നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയായി മാറട്ടെ, ഒരു ബ്ലെസ്സിങ് ആയി മാറട്ടെ, നമ്മളൊരു അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുനാമത്തിൻ്റെ ദിവ്യശക്തിയുടെ അഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചതുപോലെ ഇത് കിട്ടാത്ത അനേകരിലേക്ക്, അനേകം വാട്സാപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മ, അവരിലേക്കെല്ലാം, വ്യക്തികളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ സാധിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്താൽ ഇതാ 1 ലക്ഷമോ 1 കോടിയോ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അതിൽ കൂടുതൽ ആത്മാവ് നശിച്ചു പോയാൽ ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റാത്ത പലരെയും, ഇപ്പോൾ ജീവിക്കണ്ട, അല്ലെങ്കിൽ മരിച്ചാൽ മതി, ഇനി മുമ്പിൽ സാധ്യതയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നവർക്ക് നിങ്ങൾ യേശുവിനെ കൊടുക്ക്, ഈ വചനം കൊടുക്ക്, ഈ ശുശ്രൂഷ കൊടുക്ക്. അത് യേശു വേണ്ടത് ചെയ്തോളൂ. അപ്പോൾ അവർക്ക് നിങ്ങൾ ലക്ഷവും കോടിയും കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് ചെയ്യുന്നത്. അവർ തന്നെ പറയും, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഇതുപോലെ ഞങ്ങൾക്ക് 36 വർഷം മുമ്പ് ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനാണ് ഞങ്ങളെ വചനത്തിലേക്ക് നയിച്ചത്. ഒരു പരിചാരികയിലൂടെ, ഇതാ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു പരിചാരിക പെൺകുട്ടികളുടെയാണ് നാമാൻ്റെ കുഷ്ഠം മാറാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചതും പറഞ്ഞതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെയും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ വചനത്തിലേക്ക് കടന്നു വരിക. ശുശ്രൂഷയിൽ ഒന്ന് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഇത് കിട്ടാത്ത അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഓൺലൈനായും ഓഫ്ലൈനായും വിവിധ ശുശ്രൂഷകളിലൂടെ നമുക്ക് ഒന്ന് ചേർന്ന് ആ പരിശുദ്ധാത്മ അഭിഷേക സ്തുതി ആരാധനയിൽ ഒന്ന് ചേരാം. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മ നമുക്ക് ഉണ്ടാകട്ടെ. വിശുദ്ധ സിപ്രിയൻ പഠിപ്പിക്കുന്നു, തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത്. തിരുസഭ മാതാവിനോട് ഒന്ന് ചേർന്ന്, ദൈവമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നിങ്ങളുടെ കമൻസ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള പ്രോഗ്രാമുകളും ചെറുതും വലുതുമായ വീഡിയോകൾ സമയാസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകാം. ഇനി യൂട്യൂബിലൂടെ കമൻസ് ചെയ്തു, അല്ലെങ്കിൽ സാധിക്കാത്തവർ വാട്സാപ്പിലൂടെ ഒക്കെ ഒന്ന് കമൻസ് ചെയ്താൽ നമുക്ക് മറുപടി കൊടുക്കാൻ, പ്രാർത്ഥിക്കാൻ പറ്റിയ വിഷയങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ്. ഫോണിലൂടെ സാധിക്കുന്നവർ വിളിക്കുന്നുണ്ട്, പറ്റുന്നത് പോലെയൊക്കെ മറുപടി. ചിലർ നേരിട്ട് വന്ന് വലിയ അത്ഭുതങ്ങൾ നടന്നത് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വിധത്തിലും എങ്ങനെയായാലും
വെളിപാട് 7:12. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന്. സങ്കീർത്തനം 115 പറയുന്നുണ്ട്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പ്രൈസ് ദി ലോർഡ്. കളിമൺപാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസന്മാർ ഞങ്ങൾ, ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മക്കൾ അനുഗ്രഹിക്കപ്പെടും, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. 1000 തലമുറ വരെ ദൈവത്തിൻ്റെ കരുണ ഒഴുകി വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.